എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ ഫ്രൈ ബിരിയാണിയുടെ റെസിപ്പി ഉണ്ടല്ലോ. അടിപൊളി ടേസ്റ്റുമാണെന്ന്, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ചിക്കൻ ഫ്രൈ ബിരിയാണി എന്നൊക്കെ കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും ഭയങ്കര പണിയാണെന്ന്. അങ്ങനെയൊന്നുമില്ല. നമുക്ക് ചോറും കറിയും ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം. അതിനാവശ്യമായ സാധനങ്ങളെന്ന് വെച്ചാൽ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെന്ന് വെച്ചാൽ നമ്മുടെ ജീരകശാല റൈസ് ഇത് തന്നെ വേണം കേട്ടോ. ഇതിനാണൊരു ബിരിയാണി എന്ന് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് വരണമെങ്കിൽ ജീരകശാല റൈസ് തന്നെ വേണം. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെക്കുക. അതുപോലെ 2 തക്കാളി ഇതുപോലെ കട്ട് ചെയ്ത് വെക്കുക. മസാലക്ക് ആവശ്യത്തിനുള്ളതാണ്. 3 സവാള ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി, പച്ചമുളക്, ഈ ഐറ്റംസ് എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ട് ക്രഷ് ചെയ്ത് വെച്ചതാണത്. പിന്നെ മല്ലിയില, തൈര് ഒന്ന് കടഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ ഒരു 1/2 പീസ് ചെറുനാരങ്ങ. പിന്നെ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കശുവണ്ടി, ഉള്ളി, ഇത്രയും ഐറ്റംസാണ് നമുക്ക് ബിരിയാണിക്ക് വേണ്ടത്. ഇതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കുക. അതിനുശേഷം നമ്മുടെ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിലുള്ള മസാല ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, അതുപോലെ ഗരം മസാല എന്നിവ ചേർത്തിട്ട് ചിക്കൻ നന്നായിട്ട് ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഫ്രൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ അതിനകത്തേക്ക് 2 സ്പൂണ് നമ്മൾ കടഞ്ഞു വെച്ച തൈരിൽ നിന്ന് 2 സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കൂട്ടത്തിൽ എടുത്തു വെക്കാൻ മറന്നുപോയതാണിത്. ഗ്രാമ്പോ, ഏലക്ക ഐറ്റംസൊക്കെ വേണം കേട്ടോ. പട്ട അതുപോലുള്ള ഐറ്റംസ് എടുത്തു വെക്കാൻ മറക്കരുത്. ഇനി നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ചിക്കൻ നമുക്ക് 2 വറവും നന്നായിട്ട് മുരിഞ്ഞു പോകാൻ പാടില്ല. ഒരു മീഡിയം വേവിൽ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഓക്കെ. ചിക്കൻ മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് അരി നന്നായി ഒന്ന് കഴുകി അതിൻ്റെ വെള്ളം ഒന്ന് ഊറ്റി ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെക്കണം. ഇതിപ്പോൾ ഒരു സൈഡ് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് മറിച്ചിടാം. രണ്ട് സൈഡും റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിതിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ചിക്കൻ മാത്രം അങ്ങ് മാറ്റി വയ്ക്കണം. ഇത് ചിക്കൻ മാത്രം ഞാനിവിടെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ നമ്മുടെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, പച്ചമുളക് പേസ്റ്റ് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ഈ എണ്ണയിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. സ്പെഷ്യൽ ഇനി എക്സ്ട്രാ മസാലയൊന്നും ഇടണ്ട കേട്ടോ. ചിക്കൻ്റെ മസാല തന്നെ ഇതിലേക്ക് എണ്ണയിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള എരിവും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ കിട്ടും. ഇനി ഇതിലേക്ക് നമ്മുടെ സവാള ചേർത്ത് കൊടുക്കുക. മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സവാളയും കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ സവാളയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അതിന് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് സവാള വഴറ്റി കിട്ടും.
സവാള നല്ലോണം വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തക്കാളി ഒന്ന് വെന്ത് കിട്ടണം. തക്കാളിയൊക്കെ പെട്ടെന്ന് വെന്തോളും, അധികം സമയമൊന്നും വേണ്ട. ഇതുപോലെ ഇളക്കി മിക്സ് ചെയ്തിട്ട് നന്നായി വേവിച്ചെടുക്കുക. നമ്മുടെ തക്കാളി ഉള്ളിയൊക്കെ വെന്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു 3-4 സ്പൂൺ തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതിന് ശേഷം നമ്മളിതിലേക്ക് ചേർക്കേണ്ട മല്ലിയില, അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയില ഇതിൻ്റെ മേഖലയിലെ കൂടെ ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഓക്കെ. പിന്നെ നമ്മുടെ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാൻ മറക്കാൻ പാടില്ല. കറിവേപ്പിലൊക്കെ ഒരു നാടൻ സ്പെഷ്യൽ ടേസ്റ്റ് ഉണ്ടാക്കും ബിരിയാണിക്ക്. കറിവേപ്പില സ്കിപ്പ് ചെയ്യേണ്ട. അപ്പോൾ ഇത്രയും ഐറ്റംസ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊരു 5 മിനിറ്റ് ഒന്ന് മൂടി വെക്കണം. ഇതാ നോക്ക്, നമ്മുടെ അടിപൊളി മസാല റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കാണുമ്പോഴും അതിൻ്റെ മണം കൊണ്ടും കൊതി വരും, അത്രയും സ്പെഷ്യൽ ടേസ്റ്റാണ്. അടിപൊളിയായിട്ടുണ്ട്, അടിപൊളി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെച്ചിട്ട് നമ്മുടെ റൈസ് റെഡിയാക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. ഓക്കെ. അതിനാവശ്യമായിട്ടുള്ള പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം നമ്മൾ ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കണം. നെയ്യ് കുറച്ച് കൂടുതൽ തന്നെ ഇരുന്നോട്ടെ. ഇനി അതിന് ശേഷം നമുക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഡെക്കറേഷൻ ആവശ്യമായിട്ടുള്ള ഐറ്റംസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ടുള്ള സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നല്ല ഗോൾഡൻ കളറാവുന്നവരെയും ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ സവാള റെഡി ആയിട്ടുണ്ട്, ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് അതും കൂടി മാറ്റി വയ്ക്കുക. ബാക്കി വരുന്ന നെയ്യിലേക്ക് നമ്മുടെ ഗ്രാമ്പൂ, ഏലക്ക, പട്ട പോലുള്ള ഐറ്റംസ് ഇല്ലേ, അതുകൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ അരി ചേർത്ത് കൊടുക്കുക. അരി ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒരു 2-3 മിനിറ്റ് ഇതിങ്ങനെ 1-2 മിനിറ്റ് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. മീൻസ് 1 കപ്പ് ജീരകശാല റൈസിന് 2 കപ്പ് അളവിന് വെള്ളം വയ്ക്കാം. കുക്കറിലാണെങ്കിൽ 1.5 കപ്പ് എന്നുള്ള അളവിലെ വെള്ളം റെഡി ആവുള്ളൂ. അതിനല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ വേവിക്കുകയാണെങ്കിൽ ഇതുപോലെ ഒരു 2 കപ്പ് വെള്ളം വേണ്ടി വരും. കുട്ടികൾക്കൊക്കെ കൊടുക്കണ്ടല്ലോ, നല്ലൊരു പാകത്തിനുള്ള വേവ് കിട്ടണമെങ്കിൽ. അപ്പോൾ 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്ത് അടച്ച് വെച്ച് വേവിക്കുക. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ റൈസ് റെഡിയായി കിട്ടുന്നതാണ്. അടച്ച് വെച്ചിട്ട് ഇതൊന്ന് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഓക്കെ. എന്താ നമ്മുടെ റൈസ് അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നോക്കിക്കാൻ നല്ല അടിപൊളി പാകത്തിനുള്ള വേവായിട്ടുണ്ട്. ഇനി നമുക്കിതിനുള്ള പകുതി റൈസ് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമ്മുടെ പകുതി അണ്ടിപ്പരിപ്പും പകുതി സവാളയും ഇതിലേക്ക് ഇങ്ങനെ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ ചിക്കൻ മസാല മുഴുവൻ ഇതിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ഇതിൻ്റെ മേലേക്ക് കൂടി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ബാക്കിയുള്ള റൈസ് ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കണം. ബാക്കി വന്നിട്ടുള്ള സവാള അതുപോലെ കാഷ്യൂനട്ട് ഫ്രൈ ചെയ്തത് ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുക.
രണ്ട് സ്പൂൺ നെയ്യ് ഇതുപോലെ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമ്മുടെ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ട് അതിൻ്റെ നീര് കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കൊരു അടപ്പ് വെച്ചിട്ട് ഇതൊന്ന് മൂടി വെക്കണം. അതിൻ്റെ മുകളിലേക്ക് ചെറിയൊരു പാത്രം, എന്തെങ്കിലും കുറച്ച് കനമുള്ള എന്തെങ്കിലും ഒരു പാത്രം അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി. അപ്പോഴത്തേക്കും നന്നായിട്ടൊന്ന് മിക്സ് ആയിക്കോളും. നമ്മുടെ അടിപൊളി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.